ഇപ്പോ പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. രാജേഷ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാജേഷ്, വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് ലഭ്യമായ വിവരം എന്താണ്? ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കൊലപാതകത്തിന്റെ മോട്ടീവ് മനസ്സിലായിട്ടില്ല. 5 പേർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥ കിടക്കുകയാണ്. ഈ സ്വന്തം വീട്ടില് ഉമ്മയെയും കൂടെ കൊണ്ടുവന്ന പെൺകുട്ടിയെയും അനുജനെയുമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അനുജനും പെൺകുട്ടിയും മരണപ്പെട്ടു. ഉമ്മ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്ത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് എസ്.എൻ. പുരം എന്നുള്ള സ്ഥലം. അവിടെ ഈ പയ്യന്റെ കൊല ചെയ്ത അഫാന്റെ വാപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ എല്ലാം രക്തബന്ധുക്കളാണ്. എല്ലാ രക്തബന്ധുക്കളാണ്. ബാപ്പയുടെ ഉമ്മയാണ് പാങ്ങോട് എന്ന സ്ഥലത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. വാപ്പയുടെ ഉമ്മ, അതുപോലെ തന്നെ വാപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയും, പിന്നെ പിന്നെ ഒരു പെൺകുട്ടി, സ്വന്തം അനിയൻ, ഉമ്മ. ഈ പെൺകുട്ടി ആയിരുന്നു ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഒരു അനുജനെ കൊല ചെയ്യപ്പെടുന്നു. പിന്നെ പെൺകുട്ടി ആയിരുന്നു ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അല്ല, ആദ്യം വന്ന വാർത്ത പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളും എന്നുള്ളതായിരുന്നു. അങ്ങനെയല്ല അല്ലേ? അങ്ങനെയല്ല. ഓക്കെ. ഈ പെൺകുട്ടി എവിടെ നിന്ന് വന്നു എന്ന് നാട്ടുകാർക്കാർക്കും അറിയില്ല. പയ്യന്റെ മൂത്ത വാപ്പ, അതായത് വാപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയാണ് കൊല ചെയ്യപ്പെട്ടത്. ജ്യേഷ്ഠനും ഭാര്യയാണ് കൊലപ്പെടുന്നത്. സ്വന്തം കുടുംബാംഗങ്ങളെയാണ് കൊന്നിരിക്കുന്നത്. സ്വന്തം കുടുംബാംഗങ്ങൾ എല്ലാവരും, ഈ പെൺകുട്ടി ഒഴിച്ച്. ഈ അഫ്വാന് ഏതെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, മുൻകാല കുറ്റകൃത്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അടുത്ത വീട്ടുകാർക്ക് പോലും അങ്ങനെ ഒരു സംശയമില്ല. കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാറോ മിണ്ടാറോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്തരത്തിൽ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഇതുവരെയും തെളിയിക്കപ്പെട്ടില്ല. കുറച്ചു കാലം വിദേശത്തായിരുന്നു അല്ലേ? കുറച്ചു കാലം വിദേശത്തായിരുന്നു. ഓക്കെ. അതല്ലാതെ നാട്ടുകാർക്കും പഞ്ചായത്തിനും അല്ലെങ്കിൽ പോലീസിനും ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ശരി. വളരെ നന്ദി. അപ്പോൾ പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത്. വളരെ നന്ദി ശ്രീ രാജേഷ്.